ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ID നോമിനേഷൻ ഫെസിലിറ്റിയോട് കൂടിയിട്ട് എൻ്റെ പേരിലേക്ക് കിട്ടുകയും അത് നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്ത് ഇപ്പോൾ എൻ്റെ കുട്ടികളുടെയും എൻ്റെയും ജീവിത മാർഗം തന്നെ ഈ ഒരു എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഇക്കാക്ക ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും അതിൽ നിന്നൊന്നും കിട്ടാത്ത ഒരു വരുമാനം ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഏത് ജോലിയാണോ അദ്ദേഹം ചെയ്തിരുന്നത് അതിൽ നിന്നൊക്കെയുള്ള എല്ലാ ആയുധങ്ങളും വരെ അവിടെ വെറുതെ പണയം വെക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. ഓട്ടോ ജീവനക്കാരനായിരുന്നു, ഒരു കർഷക തൊഴിലാളിയായിരുന്നു, പെയിന്റർ ആയിരുന്നു. ആ ഒരു ഉപകരണങ്ങളെല്ലാം ഇന്ന് ആ ഒരു വീടിന്റെ മൂലയിൽ ഇട്ട് നഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത്. പക്ഷെ ഞങ്ങള് മരണപ്പെടുന്ന ആ സമയത്തും ഞങ്ങളുടെ കയ്യിൽ ഒരു 35,000 രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു സമയം അതിന്റെ ഇതിന്റെ കാലാവധി കഴിയുന്ന സമയം വരെ അതിന്റെ ഉള്ളിൽ തന്നെ അതൊക്കെ വിറ്റഴിക്കാൻ എനിക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്നെ വിറ്റഴിക്കാൻ കാരണം നമ്മുടെ പ്രോഡക്റ്റ് ആണ്. അത് വാങ്ങുന്ന എന്റെ കൈകളിൽ നിന്ന് വാങ്ങുന്ന ആളുകൾ തന്നെ പ്രോഡക്റ്റ് വാങ്ങുകയും പിന്നീട് ആ ഒരു സമയത്ത് ഞാൻ വെറുതെ അവിടെ ഇരിക്കുന്ന ആ സമയത്തും എന്റെ അക്കൗണ്ടിലേക്ക് ചെറിയ വരുമാനമായാലും എല്ലാ ആഴ്ചയും എനിക്ക് വരുമാനം പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് തരാന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി TC ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകൾക്കും ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. TCയുടെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടുന്നുണ്ട്. അതും എന്റെ അക്കൗണ്ടിലേക്ക് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. ബിസിനസ് അവസരം മനസ്സിലാക്കിയും പ്രോഡക്റ്റ് മനസ്സിലാക്കിയും ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ കാത്തുകൾ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി ചെയ്യാം. നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല ലീഡേഴ്സ് ആണ്. അപ്പൊ നമ്മള് വേറെ ഓരോ കമ്പനി നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സംഖ്യയുടെ പ്രോഡക്റ്റ് എടുപ്പിച്ച് അതവിടെ മൂലക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല. നമ്മളെ കൊണ്ട് പ്രോഡക്റ്റ് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ വിറ്റൊഴിക്കണം എന്നുള്ളത് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് എല്ലാ സപ്പോർട്ടും ലീഡേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരെ വിശ്വസിച്ച് അവരുടെ പറയുന്ന ആ ഒരു രീതിയിൽ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. ഓക്കെ, താങ്ക് യു.